കൂടുതൽ ബന്ധങ്ങളുടെ തെളിവുകൾ പുറത്തു വരുമ്പോൾ സിനിമാ നിർമ്മാതാവ് ലിബർട്ടി ബഷീർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ലിബർട്ടി ബഷീർ, ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി ഇവർ ലഹരി ഉപയോഗിച്ചു, പ്രതിക്കൊപ്പം ലഹരി ഉപയോഗിച്ചു എന്നതടക്കമുള്ള തെളിവുകളൊക്കെ പുറത്തു വരുന്നു, സ്ക്രീൻ ഷോട്ടുകൾ വരുന്നു, ചാറ്റുകളുടെ ഒക്കെ. പക്ഷെ അതിനപ്പുറത്തേക്ക് കൂടുതൽ സിനിമാ ബന്ധമുണ്ട്, ഈ പ്രതിക്ക് കൂടുതൽ പേർക്ക് ലഹരി നൽകിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള തെളിവുകളാണ് വരുന്നത്. പലപ്പോഴും മലയാള സിനിമയിലെ ലഹരി ബന്ധങ്ങളുമായി ഉള്ള ആരോപണങ്ങളും കേസുകളും വരുമ്പോൾ ഇത് നിഷേധിക്കുന്നവരാണ് കൂടുതൽ. ഈ പുതിയ കേസുകൾ വലിയ വലിയ ബന്ധങ്ങളിലേക്കും വലിയ വലിയ പേരുകളിലേക്കും എത്തുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് രണ്ടുപേരും ഒരാളുടെ പേരില് സംഘടന കഴിഞ്ഞ ഒരു വർഷം മുമ്പേ 6 മാസം സസ്പെൻഡ് ചെയ്തതാണ്. സംഘടന സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം എടുത്തങ്ങ് പുറത്താക്കിയതാണ്. എന്നിട്ട് ആ കുട്ടി പഠിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? 6 മാസം സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല തീരുമാനം എടുത്തിട്ട് പുറത്തു നിന്നിട്ട് രണ്ടാമത് വീണ്ടും മാപ്പ് പറഞ്ഞിട്ട് ഈ മാതിരി സംഭവം ഉണ്ടാവില്ല എന്നുള്ള എഗ്രിമെന്റ് ചെയ്തിട്ടാണ് രണ്ടാമത് സിനിമയിൽ അഭിനയിപ്പിച്ചത്. ബാസി മറ്റേയാളെ പിന്നെ ഇത് അങ്ങനത്തെ ഒരു കേസ് സംഘടനാപരമായ കേസ് ഉണ്ടായിട്ടില്ല. ഇത് പറയുന്ന തീർച്ചയായും സംഭവം ശരിയായിരിക്കും. അതായത് ശ്രീ ലിബർട്ടി ബഷീർ, പരിശോധന പലപ്പോഴും നടത്തും എന്ന് പറയുമ്പോൾ അതൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് പരസ്യമായിട്ട് സിനിമാ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് മറുപടിയൊക്കെ വരാറ്. പക്ഷേ ഈ പരിശോധനകളൊന്നും നടക്കാറില്ല. ഇപ്പോൾ ഈ ലഹരിവേട്ടയൊക്കെ എല്ലാ ഭാഗത്തും നടക്കുമ്പോഴും ഏതെങ്കിലും ഒരു സിനിമാ സെറ്റിൽ അങ്ങനെ ഒരു ലഹരിവേട്ട നടന്ന ഒരു വാർത്ത പോലും വന്നിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? ഒരിക്കലും നടക്കില്ല. സിനിമാ സെറ്റിലൊന്നും പരിശോധന നമ്മൾ പറയേണ്ടതെന്ന് പ്രായോഗികമാക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സിനിമാ സെറ്റിൽ പോയിട്ട് പരിശോധിക്കുക, അപ്പൊ ആ ലൊക്കേഷനിൽ ഷൂട്ടിങ് നിന്നാൽ ലക്ഷക്കണക്കിന് പ്രൊഡ്യൂസർക്ക് നഷ്ടം വരും എന്തെങ്കിലും സംഭവിച്ചാല്. അപ്പൊ അതൊന്നും നടക്കാത്ത രീതിയിൽ കുറെ വാക്കുവഴിയും പരിശോധന നടത്തും മറ്റൊന്നും നടത്തി നിർത്താൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ല, പരിശോധന നടത്തിക്കോളൂ എന്നാണല്ലോ സിനിമാ പ്രവർത്തകർ പക്ഷെ പരസ്യമായിട്ട് പറയാറുള്ളത്. പക്ഷെ ശരിക്കും അത് നടക്കാറില്ല, അത് സമ്മതിക്കാറില്ല. അതാണോ? അതെ തന്നെ, അത് നടത്താക്കാൻ ബുദ്ധിമുട്ടാണ്. സെറ്റില് ഇങ്ങനെ പരിശോധന നടത്തി കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ ബ്ലോക്ക് ആവുമല്ലോ. നിങ്ങൾ പറഞ്ഞത് ഒരു സിനിമ ഷൂട്ടിങ് തുടങ്ങിയാൽ ഓരോ മിനിറ്റിനും പൈസയാണ്, ചെലവാകുന്ന പൈസയാണ്. അപ്പൊ അത് ആരും സമ്മതിക്കൂല. അങ്ങോട്ട് നടപ്പിലാക്കിയില്ല, എക്സൈസും നോക്കൂല, പോലീസും നോക്കൂല. ഒരു വെറുതെ ഫോർമാറ്റിൽ പരിശോധന നടത്താൻ പറയുകയില്ലാതെ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തൊക്കെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളൊക്കെ ഇത്തരം ലഹരി ഉപയോഗങ്ങൾക്കൊക്കെ ശേഷമാണ് കൂടുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ അതിനകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. അതൊക്കെ സിനിമാക്കാർക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണല്ലോ അല്ലേ? എല്ലാം സത്യമാണ്. ഇവർ കൊടുത്ത മൊഴിയും സത്യമായിരിക്കും. ഇതൊക്കെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഉപയോഗിച്ച കൂട്ടർ പെട്ടെന്ന് നിർത്താൻ പറ്റൂല അങ്ങോട്ട്. അപ്പോഴും ഈ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി ഇതാദ്യമായിട്ടല്ല ഇവരുടെ പേരുകളൊക്കെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നത്. പക്ഷെ ഈ 2 പേരുകളിൽ ഒരിക്കലല്ല. ബാസിനെ പറ്റി തീരുന്നതിന് ആരോപണം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ശ്രീനാഥ് ബാസിന്റെ ഇതേ ആരോപണം ഉണ്ടായിട്ട് പടത്തിൽ അഭിനയിക്കുന്നില്ല, വാക്കുപാലിക്കുന്ന സിനിമ ഇന്ന് അഭിനയിക്കുന്നതെന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത് അഭിനയിക്കാൻ പാടുന്നതിന്റെ തീരുമാനം എടുത്തായിരുന്നു. അല്ല, ഈ ലഹരി ബന്ധം ഇവർക്ക് 2 പേർക്ക് മാത്രമേ മലയാള സിനിമയിലുള്ളോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. ഒരു ഷൈൻ ടോം ചാക്കോയും ഒരു ശ്രീനാഥ് ബാസിയിലും തീരുമോ ഇതെല്ലാം? ഒരിക്കലല്ല. അതിനകത്തും വലിയ വലിയ വമ്പന്മാരിലുണ്ടാവും. ഞാൻ പേര് ഞാൻ പറഞ്ഞില്ല, വലിയ വമ്പന്മാരിലും ഉണ്ടെന്നുണ്ട് സത്യമാണ്. ആ വമ്പന്മാരിലേക്കൊന്നും പക്ഷെ അന്വേഷണം എത്താറില്ല, പറഞ്ഞും കേൾക്കാറില്ല. അപ്പൊ ഇത്തവണത്തെ ഒരിക്കലും അന്വേഷണം എത്തിയില്ല, ഒരിക്കലും എത്തില്ല. ഈ കേസിനും അത് തന്നെ സംഭവിക്കും, അതാണ് താങ്കളും കരുതുന്നത്? ഈ കേസും ഈ 2 പേരിൽ അവസാനിക്കും? തീർച്ചയായിട്ടും. റൈറ്റ്. നിർമ്മാതാവ് ലിബർട്ടി ബഷീറാണ് പ്രതികരിച്ചത്. അത് തന്നെയാണ് ഈ ഉയരുന്ന വിഷയം. എന്തുകൊണ്ടാണ് കൂടുതൽ പരിശോധനകൾ നടക്കാത്തത്, മറ്റു വലിയ പേരുകളിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. അത് സിനിമാ മേഖലയിൽ നിന്നുള്ളവർ തന്നെ പറയുന്നു. ഈ പേരുകളൊന്നും പുറത്തു പറയാൻ കഴിയുകയില്ല എന്നുള്ളത്. കൂടുതൽ പ്രതികരണങ്ങൾക്കായി കാക്കുന്നു. ശരണേ.